ആദ്യം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് അലൻ തോമസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ 18-ാം തീയതിയാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ കരിയറിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാനപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ 2 വർഷം ഡിഗ്രിക്ക് പോയി. 2 വർഷം പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ആയിപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഏകദേശം 18 പേപ്പറോളം ഞാൻ എഴുതിയായിരുന്നു. 18 പേപ്പറിൽ എനിക്ക് സപ്ലി കിട്ടി. അപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എനിക്കൊണ്ട് പറ്റില്ല, അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ന്യൂസ് പേപ്പർ വഴി ഒരു ജോബ് വേക്കൻസി കണ്ടു. അപ്പോൾ അങ്ങനെ എറണാകുളത്തൊരു ഡെൻ്റൽ ടെക്നീഷ്യൻ്റെ 3 മന്ത് ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ട് ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. 1 വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് സേലം പോയി. സേലത്ത് നിന്ന് പിന്നെ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തൃശ്ശൂരിൽ തന്നെ ഞാൻ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ കരിയറിൽ വലിയ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളില്ല. എപ്പോഴും ഒരേ റോബോട്ടിക് സ്റ്റൈലിൽ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉയർച്ചയില്ലാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലാബ് മാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വർക്കിൽ കാര്യങ്ങൾക്കൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഓണർക്കായാലും എന്നോടുള്ളൊരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര റോങ് ആയിട്ടുള്ള രീതിയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മെൻ്റലി അത് പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ +2 ക്വാളിഫിക്കേഷനേ ഉള്ളൂ. കാരണം ഞാൻ പിന്നീട് അങ്ങോട്ട് ഡിപ്ലോമയാണ് എടുത്ത്, പിന്നെ ഞാൻ ചെയ്ത ഡിഗ്രി ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഒരു +2 ക്വാളിഫിക്കേഷനാണ് എനിക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. ഈ 3 മന്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് പുറത്തേക്ക് പോയാലും സക്സസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സക്സസ് ആവാത്തതുകൊണ്ട് തന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് പറ്റില്ല. എഡ്യൂക്കേഷനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എവിടെയും വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും പഠിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചതിന് ശേഷം 2018-ലാണ് ഞാൻ +2 കഴിഞ്ഞ്. അതിനുശേഷം ഞാൻ 4 ഇയർ ഗ്യാപ്പ് വന്നു. ഈ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പ് വന്നു. അപ്പോൾ പുതിയൊരു നമ്മൾ അഡ്മിഷൻ വെക്കുമ്പോൾ ഇയർ ഗ്യാപ്പ് +2-ൽ എനിക്ക് 58% മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ലോവർ സ്റ്റുഡൻ്റ് ആയിരുന്നു. 58% വെച്ച് ഇവിടെ അഡ്മിഷൻ കിട്ടില്ല. ചെന്നാൽ ചോദിക്കുന്ന കോളേജിലൊക്കെ ഏകദേശം 1 ലക്ഷം രൂപ 60,000 രൂപയ്ക്കാണ് ഫീസ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ പാലക്കാട് ജില്ലയിലോട്ട് കോളേജിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 30,000 രൂപ ഫീസ് വരും. കാരണം മാർക്ക് അത്രയാണല്ലോ, പിന്നെ എന്തായാലും അലോട്ട്മെൻറ്റിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ 30,000 രൂപ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ മേഡത്തിൻ്റെ കഴുത്തിൽ ഒരു മാലയിൽ ഇവിടുത്തെ കാശ് രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മേഡം പറഞ്ഞു, ജസ്റ്റ് നീ ഒന്ന് വെച്ച് നോക്ക്, അലോട്ട്മെൻറ്റ് വെച്ച് നോക്ക്, എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മേഡത്തിൻ്റെ വാക്ക് കേട്ട് ജസ്റ്റ് ഞാൻ അലോട്ട്മെൻറ്റ് വെച്ചു. എനിക്ക് ഒരു 58% ഉള്ളൂ. അപ്പോൾ ഞാൻ അലോട്ട്മെൻറ്റ് വെച്ചു. ആ ടൈമിലാണെങ്കിൽ 88% 90% ഉള്ളവർക്ക് വരെ നമുക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു ടൈമാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ആ കോളേജിൽ 58% എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ എൻ്റെ അത് മുന്നോട്ട് പോയി. എനിക്ക് പിന്നെ അതുപോലുള്ള രോഗശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, എനിക്ക് 3 വർഷം മുന്നേ എനിക്ക് നടുവിന് പെയിൻ വന്നായിരുന്നു. നടുവിന് വീട് പണിയുടെ ടൈമിൽ ഒരു പോസ്റ്റ് എടുത്ത ടൈമിൽ നടുവിന് പെയിൻ വന്നായിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു ആയുർവേദമൊക്കെ കാണിച്ചപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് തിരുമ്മിയ 2 ദിവസത്തേക്ക് പെയിൻ മാറി. പിന്നീടും പെയിൻ വന്നു. അപ്പോൾ വേറൊരു ഡോക്ടറെ കാണിച്ചു. ആൾ എക്സ്റേസ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ മസിലിന് ചെറിയ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞ് മാറാത്തതുകൊണ്ട് വേറൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു മസിലിനല്ല, ബോണിന് ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ക്രാക്ക് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് അനങ്ങണ്ട, മരുന്ന് മാത്രം കഴിച്ചാൽ എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് മുന്നോട്ട് പോയി. ഒരു 1 ഇയറിന് ശേഷം പെയിൻ നല്ല രീതിയിൽ കൂടിയപ്പോൾ വീണ്ടും വേറൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു MRI എടുക്കാമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോൾ എനിക്ക് ഡിസ്കിന് L4 L5 ബൾജായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മാറിക്കിട്ടും, അത്രയുള്ളൂ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പി ഒരു 1.5 മാസത്തോളം കണ്ടിന്യൂ ചെയ്തു. എനിക്ക് യാതൊരു മാറ്റവും പെയിൻ വന്നില്ല. അങ്ങനെ ഒരു 1.5 മാസത്തോളം എൻ്റെ കോൺഫിഡൻസ് പോയി. കാരണം ഈ 1.5 മാസമായിട്ടും ഒരു പെയിനും മാറുന്നില്ല. അപ്പോൾ ഈ ഡോക്ടറിനോടുള്ളൊരു ഇത് പോയി എനിക്ക്. അപ്പോൾ അതിനുശേഷം വേറൊരു ഡോക്ടറെ കണ്ടു. ആൾ പറഞ്ഞു ഫിസിയോതെറാപ്പിനെ ചെയ്താൽ മതിടാ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു. പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്നു. പെയിൻ കില്ലർ കഴിച്ചിട്ടും എനിക്ക് യാതൊരു പെയിന് കുറവില്ല. എനിക്ക് 2 തുടയിലേക്കും പെയിൻ ഇറങ്ങി. എനിക്ക് 1/2 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം 22 വയസ്സുള്ളൊരു കുട്ടി, അതായത് 22 വയസ്സ് പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരായാലും പാടത്തും പറമ്പിലൊക്കെ ക്രിക്കറ്റും ഫുട്ബോൾ കളിച്ച് നടക്കുമ്പോഴും അല്ലെങ്കിൽ
അവർ ഓടും ചാടും ഒക്കെ ചെയ്യുമ്പോഴും എനിക്കൊന്നിനും പറ്റില്ല. കാരണം ഡോക്ടർ എന്നോട് പറയുന്നത് അനങ്ങരുത്, നീ നടക്കുകയാണെങ്കിൽ അതുപോലെ നടക്കണം. ഒരു ബസ് പോയി കഴിഞ്ഞാൽ ബസ്സിൻ്റെ പിന്നാലെ ഓടിയാൽ പോലും എനിക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കിടന്നുറങ്ങുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മലന്ന് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. കമ്മന്നോ സൈഡിലേക്ക് ചെരിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ആണ്, വത്സ എന്ന് പറഞ്ഞ ചേച്ചി, മമ്മിയോട് വന്ന് പറയാണ്, കൃപാസനത്തെക്കുറിച്ച് വന്ന് പറയാണ്. കൃപാസനത്തെക്കുറിച്ച് വന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി ജസ്റ്റ് പിറ്റേ മാസം ഇങ്ങോട്ട് വന്നു, കൃപാസനത്തിൽ വന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. മമ്മി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരണം എന്നുള്ളൊരു തോന്നൽ വന്നു. അതിന് മുമ്പേ ഞാൻ കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നു അന്ന് തന്നെ ഉടമ്പടി എടുത്തു. എനിക്കറിയില്ല, മേളിൽ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഉടമ്പടി, ഇങ്ങനെ പറ്റുമോ, എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ ഓക്കെ നോക്കാമെന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടി ആയിരുന്നു. ഇത്രയും നാളും നമ്മൾ ഹോസ്റ്റല്, സ്കൂള്, കോളേജ്, ഇങ്ങനെയൊക്കെ ഇത്രയും നാൾ ഇത്ര വർഷം ജീവിച്ച ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്കത് ഉടമ്പടിയിൽ പാലിക്കാൻ പറ്റിയില്ല. അതായത് ഉഴപ്പിന്ന് തന്നെ പറയാൻ പറ്റും. പ്രാർത്ഥനയായാലും കാര്യങ്ങളായാലും ഉഴപ്പിന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ എന്താ പറയുക, എൻ്റെ മെയിൻ ലക്ഷ്യം ഈ പെയിനായിരുന്നു. എനിക്ക് പെയിൻ കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാനുള്ള. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് യാതൊരു ഇതും വന്നില്ല. കാരണം മെയിൻലി ഉടമ്പടി ഉഴപ്പിക്കൊണ്ട് തന്നെ ഇരുന്നുണ്ടായിരുന്നേ. ലാസ്റ്റ് ആ ഉടമ്പടിയുടെ അവസാനം, അതായത് 3-ാമത്തെ മാസത്തെ അവസാന വീക്കിൽ ഞാൻ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഇങ്ങനെ ശൈത്ത് പൂശി പ്രാർത്ഥിച്ചു. എനിക്ക് ടെയിൽ ബോണായിരുന്നു എൻ്റെ പെയിൻ. ടെയിൽ ബോൺ എന്ന് പറഞ്ഞാൽ മൂട്ടലെന്ന് പറയും. മൂട്ടലിൽ നിന്നാണ് എനിക്ക് ബൾജ് ഉണ്ടായിരുന്നത്. ജോസഫ് അച്ഛൻ എൻ്റെ ഈ പുറത്താണ് വെച്ച് ശൈത്ത് പൂശി പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം അടിച്ചു. കാരണം ജോസഫ് അച്ഛനോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ ടെയിൽ ബോണിലാണ് എനിക്ക് പ്രശ്നം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. കാരണം എന്നാൽ ജോസഫ് അച്ഛൻ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കും, ജോസഫ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ആണെന്ന് പറയാൻ പറ്റില്ല, ഒന്നും മിണ്ടാനും പറ്റിയില്ല. അങ്ങനെ ആ ഒരു മൈൻഡും വെച്ചാണ് നേരെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോണത്. അയ്യോ ജോസഫിനോടൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിലേക്ക് പോണത്. അങ്ങനെ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ ദിവസം വന്നു. 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അന്ന് ഞാൻ എന്നോട് ഇവിടുന്ന് ബ്രദർ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന കുറച്ച് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന ടൈമിൽ ബസ്സിൽ വെച്ചൊരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചീനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ടൂറിസ്റ്റ് ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോയപ്പോഴും അതേ ബസ്സിലാണ് പോകണം. ആ ചേച്ചി ആ ബസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ ചേച്ചി ഞാൻ കണ്ടില്ല. ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും പറഞ്ഞു തന്നു. ലാസ്റ്റ് എൻ്റെ തലയെ തൊട്ട് അനുഗ്രഹിച്ചു, ഉമ്മ വെച്ചിട്ട് പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങനെ ആ ചേച്ചി പോവുക ചെയ്തത്. അപ്പോൾ ആ ചേച്ചി എനിക്ക് പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞു തന്നു, കൊന്ത ചൊല്ലണം, എങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അത് ഫോളോ ചെയ്യാൻ നോക്കി. അങ്ങനെ എൻ്റെ 2ാമത്തെ ഉടമ്പടി 2ാമത്തെ ആഴ്ച ആയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കാണുകയാണ്. ജോസഫ് അച്ഛൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ മമ്മി ജോസഫ് അച്ഛനെ വിളിക്കുന്നുണ്ട്, ജോസഫ് അച്ഛൻ ഇതേ നടുവിന് പെയിനാണ്, ഇവനൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നാൽ വാടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ വീടിൻ്റെ സൈഡിലൊരു റൂമിൽ കയറ്റിയിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. എന്നിട്ട് എവിടെയാണ് നിനക്ക് പെയിൻ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ടെയിൽ ബോണിലാണ് പെയിൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ തള്ളവറിൽ വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ സ്വപ്നത്തിലാണ് കാണുന്നത്. പക്ഷേ ആ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ഒറിജിനാലിറ്റി ഫീലാണ്. കാരണം എനിക്ക് അവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പെയിൻ എടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ അച്ഛൻ നല്ല രീതിയിൽ പ്രസ് ചെയ്തു. അച്ഛൻ നല്ല രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു നീ പോയി ഒരു ഭക്തിഗാനം ഇടാൻ പറഞ്ഞു. ഞാൻ പോയി ഒരു ഭക്തിഗാനം ഇട്ടിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ട് ശ്വാസം മുട്ടൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ കുഴപ്പമില്ലടാ, നീ എന്തായാലും പൊക്കോ, മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വപ്നം അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എണിച്ചപ്പോട്ട് എനിക്ക് അവിടെ പെയിനില്ല. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ എനിക്കുമ്പോൾ പെയിൻ ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ വരും. പക്ഷേ അതുപോലെയാണെന്ന് വിചാരിച്ചു. ഞാൻ നേരെ പോയി മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് അവിടെ പെയിനില്ല, ഇങ്ങനെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. മമ്മി അപ്പോൾ പറഞ്ഞു നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് ഈ ഡിസ്ക് ബൾജ് ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയിട്ട് ഞാൻ ഒരു 1 കിലോമീറ്റർ നടക്കും. അപ്പോൾ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം. എന്നോട് ഡോക്ടർ ഓടരുത് എന്നൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഓടി നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ അമ്മേനെ വിശ്വസിച്ച് ഞാൻ ഓടാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വന്നിട്ടും എനിക്ക് യാതൊരു പ്രശ്നമോ പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ജസ്റ്റ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അന്ന് ഞാൻ നേരെ പോയി ഒരു ഫുട്ബോൾ കളിച്ച് നോക്കി, ക്രിക്കറ്റ് കളിച്ച് നോക്കി. എൻ്റെ ബോഡി കംപ്ലീറ്റ് ഞാൻ ഇളകണ രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് നോക്കി. എന്നിട്ടും ഇന്നിപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതിൽ അമ്മ മാതാവ് എന്നെ ഒരുപാട് കാത്തു. കാരണം 3 വർഷമായിട്ട് ഞാൻ സഹിച്ച ഒരു പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിൻ ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി സ്വപ്നം കൊണ്ടാണ് മാറ്റി കളഞ്ഞത്.
അതുപോലെ തന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര വിശ്വാസത്തിൽ ഭയങ്കര കുറവായിരുന്നു. പള്ളിയിലൊന്നും പോയാലും പള്ളിയിലൊന്നും കയറുന്നില്ല, കഞ്ഞിപ്പരയിലൊക്കെ പോയിരിക്കുക, അങ്ങനെ സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചു. നിയോഗത്തിൽ വെച്ചതിന് ശേഷം പപ്പ തന്നെ പള്ളിയിൽ കയറാൻ തുടങ്ങി, പള്ളിയിൽ കുർബാന കൈക്കൊള്ളാൻ തുടങ്ങി, കുർബാന കാണാൻ തുടങ്ങി. അങ്ങനെ പപ്പ ഭയങ്കര വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് ജപമാല റാലിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്ന വിശ്വാസ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കുടുംബത്തിൽ 5 മിനിറ്റ് ആയിരുന്നു കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് സ്വർഗ്ഗസ്നായ പിതാവ് വിശ്വാസ പ്രമാണം നന്മ പറഞ്ഞ ചൊല്ലുക, കാര്യം കഴിഞ്ഞു. ബൈബിളൊക്കെ 1 മിനിറ്റ് വായിക്കുക, അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 5 മിനിറ്റുള്ള പ്രാർത്ഥന, 5 മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതും ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഈ കുടുംബത്തിൽ കുറിച്ച് വരുന്ന ടൈമിൽ ഞാൻ നേരെ പോയി കുളിക്കാൻ കയറും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കൂട്ടുകെട്ടിൽ ഡിപ്പെൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈം നോക്കും, ഓക്കെ 7:30 വീട്ടിൽ കയറണ്ട, കുരിശ് വരയ്ക്കുന്ന ടൈമിൽ അത് കഴിഞ്ഞിട്ട് കയറാമെന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെ നിൽക്കും. അങ്ങനെ ഉഴപ്പി നടന്ന ഒരു ജീവിതമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിലെ കുരിശ് ഒരു 5 മിനിറ്റ് എന്നുള്ളത് 30 മിനിറ്റോളം ആയി ഉയർന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ പേഴ്സണൽ പ്രയർ തന്നെ ഏകദേശം 45 മിനിറ്റോളമായി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതും ഞാൻ കൂടുതലും കൊടുത്തുകൊണ്ടിരുന്ന പള്ളികളിലായിരുന്നു. പുത്തമ്പള്ളി അങ്ങോട്ടേക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു, ഇത് എല്ലാവരും അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അപ്പോൾ വേറെ എന്തെങ്കിലും മാറ്റിപ്പിടി. അങ്ങനെ ഞാൻ പിന്നെ ഇവിടുന്ന് പത്രം വാങ്ങി നേരെ പാലക്കാട് ജില്ലയിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ മരുഭൂമിയിൽ നദികളും വിജനദേശത്ത് പാതയും ഉണ്ടാക്കും. ഇവിടെ അലൻ തോമസ് ഈ മകൻ്റെ ജീവിതം വരച്ച് കാട്ടുകയാണ്. താൻ എങ്ങനെയായിരുന്നു, ഇന്ന് എന്താണ് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തനിക്ക് എങ്ങനെയാണ് തന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിയത്, അതാണ് അലൻ തോമസ് പറയുക. പഠന മേഖലയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ സ്കോറുള്ളവർക്ക് പോലും അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ തനിക്ക് അഡ്മിഷൻ കിട്ടിയതും, അങ്ങനെ തനിക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ അതും തൻ്റെ പപ്പയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു, ഈ മകന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഉടമ്പടി എടുത്ത് ഉഴപ്പി നടന്ന ഒരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് തൻ്റെ രോഗസൗഖ്യങ്ങൾ പിന്നീട് അച്ഛനോട് തനിക്ക് പറയാൻ പറ്റാതിരുന്ന കാര്യം സ്വപ്നത്തിൽ അച്ഛനോട് എങ്ങനെ പറയാൻ സാധിച്ചു എന്നും, അങ്ങനെ തനിക്ക് കിട്ടിയ ഹീലിംഗ് ഒക്കെ എങ്ങനെയാണ് തനിക്ക് ഇപ്പോൾ ഏറ്റവും കൃപയായി തനിക്ക് മാറിയത്. ഇന്ന് കുടുംബ പ്രാർത്ഥനയിലൊക്കെ സജീവ പങ്കാളിത്തം, അതുപോലെ ദേവാലയത്തിൽ കൂദാശ ജീവിതത്തിൽ ദേവാലയ ശുശ്രൂഷകൾക്കൊക്കെ ഇന്ന് ഒത്തിരിയേറെ പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമായി ഈ മകൻ്റെ കുടുംബവും ഈ മകനും മാറുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കേണ്ട, പരിഗണിക്കേണ്ട, നമുക്ക് വേണ്ടി ഉടമ്പടിയിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.